ശ്രീ മനോജ് നമുക്കൊപ്പം ചേരുകയാണ്. AHSTA പ്രതിനിധിയാണ്. ശ്രീ മനോജ്, താങ്കൾ ഈ തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു വിദ്യാർത്ഥി അവന്റെ പഠന കാലയളവിൽ ആർജിക്കേണ്ട അറിവുകളുണ്ട്. അത് പരീക്ഷിക്കപ്പെടുന്നതാണ് നമ്മളുടെ പൊതുപരീക്ഷകളും മറ്റു പരീക്ഷകളുമൊക്കെ. ഈ പരീക്ഷാ കാലയളവിൽ ഈ കുട്ടിയുടെ അറിവുകൾ നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന പരീക്ഷകളിൽ ഒരു മിനിമം മാർക്ക് വെക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. അത് ഹയർ സെക്കൻഡറി ആയാലും പരീക്ഷ ജയിക്കുന്നതിനുമായി 30% മാർക്കുകൾ എഴുത്ത് പരീക്ഷയിൽ നിർണ്ണയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾ +2 പരീക്ഷകളിൽ ഒരു മിനിമം മാർക്കിലൂടെ കടന്നു പോകുമ്പോൾ അതിന് താഴെയുള്ള കുട്ടികൾ പരാജയപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ പരാജയത്തിനപ്പുറത്ത് ജയവും പരാജയവും ഒരു വിദ്യാർത്ഥിയുടെ ജീവിതകാലത്തിൽ ആവശ്യമാണ് എന്ന് പഠിക്കുവാൻ കൂടിയുള്ള അവസരമാണ് പരീക്ഷകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം എനിക്ക് തോന്നുന്നു ഹൈസ്കൂളുകളിലെ മിനിമം മാർക്കുകൾ ഇല്ലാതെ ഇരിക്കുന്നത് ഒരുപക്ഷെ നിലവാര തകർച്ചയ്ക്ക് കാരണമായി എന്നുള്ള ഒരു അഭിപ്രായം പൊതുജനത്തിന് ഇടയിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു മിനിമം മാർക്ക് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായമാണ് സംഘടനയ്ക്കുള്ളത്. അപ്പോൾ താങ്കൾ ഈ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് അല്ലെ? ഇത്തരത്തിലൊരു മിനിമം മാർക്ക് വെക്കണം, ഓൾ പാസ് പാടില്ല, അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് അല്ലെ? അതെ 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 ഒരു കുട്ടിയുടെ അറിവുകൾ എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ആ അറിവ് നേടാത്ത കുട്ടികൾക്ക് ഒരവസരം കൂടെ കൊടുത്ത് അതിലേക്ക് ഉയരുന്നതിന് ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കലാണ് ഈ മിനിമം മാർക്ക് നൽകുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നത്, അതായത് ഇപ്പോൾ ഓൾ പാസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് സ്വാഭാവികമായി എത്തുന്ന കുട്ടികളുടെ എണ്ണത്തിലും ഒരു കുറവുണ്ടാവും. നമ്മളുടെ ഒരു വിദ്യാഭ്യാസ നിലവാരം അടക്കം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ സ്ഥിതിയിലൊക്കെ 10ാം ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഒരു ബെയർ മിനിമമായ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പോലുമാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അപ്പോൾ 10ാം തരം പോലും പാസ്സാകാനാകാതെ ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റും ഉണ്ടാകില്ലേ എന്നുള്ളൊരു ആശങ്ക ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. ഒരിക്കലുമില്ല. അത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ മിനിമം മാർക്ക് ഉണ്ടായിരുന്നു. 1 മുതൽ 10 വരെ പരീക്ഷകളിൽ പാസ്സാകുന്ന കുട്ടികളെ മാത്രമാണ് വിജയിപ്പിച്ചിരുന്നത്. അന്നൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് നമ്മൾ ഓർക്കേണ്ടത് ആർജിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങളും സൃഷ്ടിക്കണം. ഭൗതികമായ സാഹചര്യങ്ങളും അതുപോലെ തന്നെ കുട്ടിക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളും സ്കൂളുകളിൽ നിന്ന് നൽകേണ്ടത് ആവശ്യമാണ്. അപ്പം ഒരു നിശ്ചിത യോഗ്യത നേടിയിട്ടില്ലാത്ത കുട്ടികളെ അതിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും സ്കൂളുകളിലും അതുപോലെ തന്നെ സർക്കാരുകളും നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായും വളരെ നന്ദി ശ്രീ മനോജ് ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്.